നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC HSC നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ് പാർട്ട് ബി മൊഡ്യൂൾ 1 ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഫൈലം എക്കൈനോഡെർമേറ്റയെ കുറിച്ചാണ്. എക്കൈനോഡെർമേറ്റ എന്ന ഫൈലത്തിൽപ്പെടുന്ന ജീവികൾ പൂർണ്ണമായും സമുദ്ര ജീവികളാണ്. എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എക്കൈനോഡെർമേറ്റയിൽ ഉൾപ്പെടുന്നത്. ഇവയെ നമുക്ക് സമുദ്രത്തിൽ മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കരയിൽ നിന്നോ ശുദ്ധജലത്തിൽ നിന്നോ ഇതുവരെയും ഇവരുടെ ഈ ഒരു ഫൈലത്തിൽ ഉൾപ്പെടുന്ന ജീവികളെ കണ്ടെത്താനായിട്ടില്ല. എക്കൈനോഡെർമുകൾ സാധാരണയായി സമുദ്രത്തിന്റെ ആഴങ്ങളിലും അതുപോലെ തന്നെ ഇന്റർടൈഡൽ സോണുകളിലുമാണ് കാണപ്പെടുക. ഇവ പാരിസ്ഥിതികമായും ഭൂമിശാസ്ത്രപരമായും വളരെ പ്രാധാന്യമുള്ള ജീവിവർഗങ്ങളാണ്. ഈ എക്കൈനോഡെർമുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവയുടെ പേരിൽ തന്നെയുണ്ട് എക്കൈനോഡെർമേറ്റ. എക്കൈൻ എന്നുള്ള എന്ന വേർഡിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈൻ എന്നാണ് അർത്ഥം. ഡെർമ എന്നുള്ള വേർഡിന്റെ അർത്ഥം സ്കിൻ എന്നാണ് അർത്ഥം. സ്പൈനി സ്കിൻഡ് ഓർഗാനിസംസ് അതായത് മുള്ളുള്ള ത്വക്കുകളുള്ള ജീവികൾ എന്നുള്ള അർത്ഥമാണ് എക്കൈനോഡെർമേറ്റ എന്ന ജീവിവർഗത്തിന്റെ പേരില് ഉള്ളത്. ഇവയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു മുള്ളുകൾ ഉള്ള ശരീര ഉപരിതലം. അതുപോലെ തന്നെ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയിൽ കാണപ്പെടുന്ന വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ജലവാസ്കുലാർ വ്യവസ്ഥ എന്നുള്ളത്. അതായത് ഇവയുടെ ശ്വസനത്തിനും അതുപോലെ തന്നെ പോഷകങ്ങളുടെ ചംക്രമണത്തിനും സർക്കുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷന് മാലിന്യ നിർമ്മാർജ്ജനം ഇവയ്ക്കെല്ലാം ഈ ജലവാസ്കുലാർ വ്യവസ്ഥയാണ് സഹായിക്കുന്നത്. എക്കൈനോഡെർമേറ്റയുടെ തനതായ സവിശേഷതകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവയുടെ രൂപം ഗോളാകൃതിയിലോ നീളമേറിയതോ നക്ഷത്ര സമാനമായതോ ആണ്. നമുക്കറിയാം എക്കൈനോഡെർമേറ്റയിൽ ഉൾപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? സീ അർച്ചിൻ, സ്റ്റാർ ഫിഷ്, ബ്രിട്ടിൽ സ്റ്റാർ മുതലായ ജീവികളാണ്. അപ്പൊ ഇവയുടെ ശരീരം ഒന്നുകിൽ സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് ഈ സീ കുക്കുംബറൊക്കെ പോലെ ഇത്തിരി നീളമേറിയതായിരിക്കാം, ഇല്ലെങ്കിൽ സ്റ്റാർ ഫിഷിനെ പോലെ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കാം. ഇവ സമുദ്രത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അതുപോലെ ഈ ജീവികൾ മുള്ളുള്ള തൊലിയുള്ളവയാണ്. ഇവയുടെ തൊലിയില് അല്ലെങ്കിൽ ത്വക്കില് മുള്ളുകൾ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. ഇവ അവയവ വ്യവസ്ഥാ തലത്തിലുള്ള സംഘാടന ശേഷി പ്രകടിപ്പിക്കുന്നു. ബോഡി പ്ലാൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണ് കാണുക, ബോഡി ഓർഗനൈസേഷൻ. ഇവ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ സീലോമേറ്റുകളുമാണ്. ശരീരം വിഭജിതമാണ്, പക്ഷെ വ്യക്തമായ തല കാണപ്പെടുന്നില്ല. മിക്ക അംഗങ്ങൾക്കും തുറന്ന രക്തചംക്രമണ വ്യൂഹവും കംപ്ലീറ്റ് ആയിട്ടുള്ള ദഹന വ്യവസ്ഥയും ഉണ്ട്. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റവുമാണ് ഉള്ളത്. പൂർണ്ണമായിട്ടുള്ള ദഹന വ്യവസ്ഥയുമാണ് ഉള്ളത്. അസ്ഥികൂടം കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ ഗില്ലുകൾ അല്ലെങ്കിൽ ക്ലോയാക്കൽ ശ്വസനവൃക്ഷം, ക്ലോയാക്കൽ റെസ്പിറേറ്ററി ട്രീസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ഓർഗൻസ് വഴി, അത് സീ കുക്കുംബറിലൊക്കെയാണ് സാധാരണ കാണുക. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ റെസ്പിറേറ്ററി ഓർഗൻ ഒക്കെ വഴിയാണ് ഇവ ശ്വസിക്കുക. ഇവയുടെ നെർവ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ റേഡിയൽ ആയിട്ടുള്ള ഒരു നാഡീവ്യൂഹമാണ് കാണപ്പെടുക. വിസർജന സംവിധാനം പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. വാട്ടർ വാസ്കുലാർ സിസ്റ്റത്തിലൂടെയാണ് അവരുടെ വിസർജനം നടക്കുക. നന്നായി വികസിച്ച ഒരു ജലവാസ്കുലാർ വ്യവസ്ഥ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വായ വെൻട്രൽ വശത്തും അതുപോലെ ANS മലദ്വാരം ഡോർസൽ സൈഡിലുമാണ് കാണപ്പെടുക. ഇവയുടെ പ്രത്യുൽപാദനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാമറ്റിക് ഫ്യൂഷൻ വഴി ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തും, ലൈംഗികമായും പ്രത്യുൽപാദനം നടത്തും. പുനരുൽപാദനം വഴി അലൈംഗികമായും പ്രത്യുൽപാദനം നടത്തുന്നു. പുനരുൽപാദനം എന്ന് ഉദ്ദേശിക്കുന്നത് റീജനറേഷൻ ആണ്. ഓക്കെ, റീജനറേഷൻ വഴി അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബീജസങ്കലനം, ഫെർട്ടിലൈസേഷൻ ബാഹ്യമാണ്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. വികസനം പരോക്ഷമാണ്. വികസനം പരോക്ഷം എന്ന് വെച്ചാൽ ഒരു ജീവിവർഗത്തിന്റെ വികസനം അല്ലെങ്കിൽ ആ ജീവി ചെറിയ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ എഗ്ഗ് ഹാച്ച് ചെയ്ത് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ജീവി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കും? മാതൃജീവിയോട് സാമ്യമുള്ളതാണെങ്കിൽ അത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതേസമയം മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങള് മാതൃജീവികളെ പോലെ അല്ല, പാരന്റൽ ഓർഗാനിസത്തിനെ പോലെ അല്ല. അവരിൽ നിന്ന് മോർഫോളജിക്കലി ഒരുപാട് ഡിഫറൻസസ് കാണിക്കുന്നുണ്ടെങ്കിൽ
അങ്ങനെയുള്ള ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുക, ലാർവൽ ഫോംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ലാർവൽ ഫോംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലാർവൽ ഫോംസ് ഉൾപ്പെടുന്ന തരം വികസനമാണ് എന്ത്, പരോക്ഷ വികസനം. അപ്പൊ ഇവയുടെ ലാർവൽ ഫോംസ് ബൈപ്പിനേരിയ ലാർവ, ബ്രാക്യോലേരിയ, ഒഫിയോപ്ലൂട്ടിയസ്, എക്കൈനോപ്ലൂട്ടിയസ് മുതലായ ലാർവകളാണ് വിവിധ ക്ലാസ്സുകളിൽ കാണപ്പെടുക. ഇവയ്ക്ക് പുനരുജ്ജീവന ശക്തിയുണ്ട്, റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്. ഇവയ്ക്ക് ദുർബലമായി വികസിച്ച ഇന്ദ്രിയങ്ങൾ മാത്രമേ ഉള്ളൂ. അവയുടെ സെൻസറി ഓർഗൻസ് വളരെ പോർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗൻസ് ആണ്. കീമോറിസെപ്റ്ററുകള്, സ്പർശന അവയവങ്ങള്, ടെർമിനൽ ടെന്റക്കിളുകൾ മുതലായവയെല്ലാം കാണപ്പെടുന്നുണ്ട്. വളരെ ഫീബിൾ ആയിട്ടുള്ള സെൻസറി ഓർഗൻസ് മാത്രമാണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. ഇനി നമുക്ക് എക്കൈനോഡെർമറ്റയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിക്കാം. ആദ്യത്തെ ക്ലാസ് ആണ് ക്ലാസ് ആസ്ട്രോയിഡിയ. അതില് പേരിൽ നിന്ന് തന്നെ അറിയാം, ആസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ എന്നാണ് അർത്ഥം. അപ്പോ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ആസ്ട്രോയിഡിയയിൽ വരിക. 5 കൈകളുള്ള പരന്നതും നക്ഷത്രാകൃതിയിലുള്ളതുമായ ശരീരമാണ് ഇവയ്ക്കുള്ളത്. 5 കൈകൾ ഉണ്ടാകും, 5 ആംസ് ഉണ്ടാകും, അതുപോലെ തന്നെ സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ളത് പരന്നത് ഡോർസോവെൻട്രലി ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ബോഡിയാണ് ഇവയ്ക്ക് കാണാൻ സാധിക്കുക. ഇവയുടെ ഒരു പ്രത്യേകതയാണ് ട്യൂബ് ഫീറ്റുകൾ. ഓക്കെ, അതായത് സക്കറുകളുള്ള ട്യൂബ് ഫീറ്റുകളാണ് ഇവയ്ക്ക് കാണപ്പെടുക. അതുപോലെ തന്നെ ഇവരുടെ ശ്വസനാവയവം എന്ന് പറയുന്നത് പാപ്പില്ലകളാണ്. ശരീരത്തിലെ സുഷിരമുള്ള പ്ലേറ്റുകളും ചലിക്കുന്ന മുള്ളുകളും ഒക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ് പെഡിസലേരിയ. പെഡിസലേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈന്യൂട്ട് പിൻസർ ലൈക്ക് ഡിഫെൻസീവ് ഓർഗൻസ് ആണ്. അതായത് പിൻസർ പോലത്തെ ചെറിയ മുള്ളുകൾ പോലെ അല്ലെങ്കിൽ ചവണകൾ പോലത്തെ ഡിഫെൻസീവ് ഓർഗൻസ് ഇവർക്ക് കാണപ്പെടുന്നുണ്ട്. എക്സാമ്പിൾ ആണ് സ്റ്റാർ ഫിഷ് അഥവാ ആസ്റ്റേരിയാസ്. ഇതാ ഇവിടെ പെഡിസലേരിയ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പെഡിസലേരിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ട്യൂബ് ഫീറ്റിന്റെ ഇടയ്ക്ക് ആയിട്ട് നമുക്കിത് കാണാനായിട്ട്. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ഒഫിയൂരിഡേ. പെന്റാമീറസ് ഡിസ്കുകളുള്ള ശരീരം പരന്നതാണ്. ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ശരീരം പെന്റാമീറസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കോർണേഴ്സ് ഉണ്ട് അല്ലെ, 5 പോർഷൻസ് ഉള്ള ഒരു ഡിസ്ക് ഷേപ്ഡ് ശരീരമാണ്. എന്നിട്ട് അതിൽ നിന്ന് ആംസ്, നീളമുള്ള കൈകളാണ് കാണപ്പെടുക. അതായത് ഇതിലൊക്കെ ഉണ്ടാവും, ഭയങ്കര നീളത്തിലാണ്, സ്റ്റാർ ഫിഷിനെ കാട്ടി നീളത്തിലാണ്, വളരെ ടെൻഡർ ആയിട്ടുള്ള ആംസ് ആണ് കാണുക. അപ്പൊ നീളമുള്ള കൈകൾ ഈ സെൻട്രൽ ഡിസ്കിൽ നിന്ന് വേർതിരിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്ത പോലെയാണ് കാണപ്പെടുക. ഇവയുടെ ശ്വസന അവയവമാണ് ബർസ എന്ന് പറയുന്നത്. ഓക്കെ, ട്യൂബ് ഫീറ്റുകളിൽ സക്കറുകൾ കാണപ്പെടുന്നില്ല. ഇവയുടെ ട്യൂബ് ഫീറ്റുകളിൽ സക്കറുകൾ കാണപ്പെടുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബ്രിട്ടിൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഒഫിയോത്രിക്സ്. ബ്രിട്ടിൽ സ്റ്റാർ എന്നുള്ള പേര് വന്നത് എന്താണെന്ന് അറിയില്ലേ? എന്തുകൊണ്ടാണ്? ഇവയുടെ ആ ആംസ് ഒക്കെ വളരെ ഫീബിൾ ആണ്. എവിടെയെങ്കിലും ഒന്ന് തട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇവയെ ബ്രിട്ടിൽ സ്റ്റാർസ് എന്ന് വിളിക്കുന്നത്. ഇതാ ഇവിടെ ബേഴ്സൽ സ്ലിറ്റ്സ് കണ്ടോ. ബേഴ്സ എന്ന് പറയുന്ന ഓർഗൻസിന്റെ ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുക. ബേഴ്സൽ സ്ലിറ്റ്, മൗത്ത്, അതുപോലെ ജോയൊക്കെ ഇതിൽ കാണാൻ പറ്റും. ട്യൂബ് ഫീറ്റ് എന്ന് പറയുമ്പോൾ 2 ഓരോ ആമിന്റെയും അണ്ടർ സൈഡിലായിട്ട് 2 റോയില് ട്യൂബ് ഫീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ബേഴ്സയാണ് ഒഫിയോത്രിക്സിന്റെ റെസ്പിറേറ്ററി. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് എക്കൈനോയിഡ. എക്കൈനോയിഡ എന്ന് പറയുന്നത് സീ അർച്ചിൻ, കടൽ ചേന മുതലായവ വരുന്ന ഒരു ക്ലാസ് ആണ്. ശരീരം അർദ്ധഗോളാകൃതിയിലാണ് കാണപ്പെടുക. അതായത് ഒരു സെമി സ്ഫെറിക്കൽ ഷേപ്പിലായിട്ടായിരിക്കും കാണുക. ട്യൂബ് ഫീറ്റുകളിൽ സക്കറുകൾ കാണപ്പെടും. ശരീരത്തിന് ആംസ് ഒന്നുമില്ല, ഇവർക്ക് കൈകളൊന്നുമില്ല, ഒരു ഉരുണ്ട ഒരു ശരീരമാണ് കാണപ്പെടുക. ശരീരത്തിന് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്കെലിറ്റൽ സിസ്റ്റവും അതുപോലെ തന്നെ ചലിക്കുന്ന മുള്ളുകളുമുണ്ട്. ഈ മുള്ളുകളൊക്കെ ചലിക്കുന്നവയാണ്. അപ്പൊ ശരീരത്തിന് ഒതുക്കമുള്ള ഒരു അസ്ഥികൂടമുണ്ട്, ചലിക്കുന്ന മുള്ളുകളുമുണ്ട്. എക്സാമ്പിൾ ആണ് എക്കൈനസ് എന്നറിയപ്പെടുന്ന സീ എർച്ചിൻ. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ഹോളോതുറോയിഡ. ഹോളോതുറോയിഡ എന്ന് പറയുന്നത് സീ കുക്കുംബർ, കടൽ വെള്ളരി എന്നറിയപ്പെടുന്ന ജീവിവർഗങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ് ആണ്. ഇവയുടെ ശരീരം ഇലോങ്ങേറ്റഡ് ആണ്, നീളമുള്ളതാണ്, സിലിണ്ടർ ഷേപ്പിലുള്ളതാണ്.
കൈകളോ മുള്ളുകളോ പെഡിസലേറിയ മുതലായവയൊന്നും ഇവയിൽ കാണപ്പെടുകയില്ല. അവയുടെ ശ്വസന അവയവം എന്ന് പറയുന്നത് ക്ലോയാക്കൽ ശ്വസന വൃക്ഷം, അതായത് ക്ലോയാക്കൽ റെസ്പിറേറ്ററി ട്രീസ് എന്നറിയപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് ഇവയിൽ സീ കുക്കുംബറിൽ അല്ലെങ്കിൽ ഹൊളോതുറോയിഡിയിൽ കാണപ്പെടുന്നത്. ഇവയുടെ 2 ഫീറ്റുകളിൽ സക്കറുകൾ ഉണ്ട്. എക്സാമ്പിൾ ഹോളോടൂറിയ, അതായത് സീ കുക്കുംബർ എന്നറിയപ്പെടുന്ന ജീവിയാണ്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് ക്ലോയാക്കയോട് ചേർന്നിട്ടുണ്ട്, ക്ലോയാക്കയോട് ചേർന്നിട്ടാണ് ഇത് കാണുക. റെസ്പിറേറ്ററി ട്രീസ് എന്ന് പറഞ്ഞിങ്ങനെ ശരീരമാസകലം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്ന കണ്ടോ, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ അല്ലേ. ഇതാണ് അതിന്റെ റെസ്പിറേറ്ററി ഓർഗൻസ്. ഇതിനെ റെസ്പിറേറ്ററി ട്രീസ് എന്നാണ് അറിയപ്പെടുക. സീ കുക്കുംബറിന്റെ തനതായിട്ടുള്ള അല്ലെങ്കിൽ ഹൊളോതുറോയിഡിയുടെ തനതായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഓർഗനാണ്. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ക്രൈനോയിഡ. ക്രൈനോയിഡ എന്ന് പറയുന്നത് ശരീരം നക്ഷത്രാകൃതിയിൽ തന്നെയാണ് കാണപ്പെടുക. ട്യൂബ് ഫീറ്റുകൾക്ക് സക്കറുകൾ ഇല്ല. കൈകൾ രണ്ടായിട്ട് പിളർന്നിരിക്കുന്നു. മുള്ളുകളും പെഡിസലേറിയയും ഇല്ല. ഇവ സീ ലില്ലീസ് എന്നറിയപ്പെടുന്ന ആന്റിഡൻസ്, അവയുടെ ഗ്രൂപ്പാണ് ക്രൈനോയിഡിയ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സീ ലില്ലീസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇവയുടെ ആംസ് ശരിക്കും ഒരു ഡിസ്ക് പോലത്തെ ഒരു ഷേപ്പാണ് ബോഡിക്കുള്ളത്. അതിൽ നിന്ന് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ആംസ്, അതിൽ ധാരാളം ബ്രാഞ്ചസ് കാണുന്നുണ്ട്, ട്യൂബ് ഫീറ്റുകൾ കാണുന്നുണ്ട്, പക്ഷെ അതിൽ സക്കറുകൾ ഇല്ല. അപ്പൊ ഇങ്ങനെ കാണുന്ന ജീവികളാണ് ആന്റിഡൻസ് അഥവാ സീ ലില്ലീസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ വളരെ കുറച്ച് മാത്രമേ നമുക്ക് എക്കൈനോഡെർമറ്റയെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഈ ഓർഗാനിസംസ് എക്സാമ്പിൾസും അവയുടെ കോമൺ നെയിമും സയന്റിഫിക് നെയിമും പിന്നെ അവയുടെ റെസ്പിറേറ്ററി ഓർഗൻസും ഒന്ന് ഓർത്തിരിക്കുക. ജനറൽ ക്യാരക്ടേഴ്സിൽ വാട്ടർ വാസ്കുലർ സിസ്റ്റം ആണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ. പിന്നെ ട്യൂബ് ഫീറ്റുകളുണ്ട്, പെഡിസലേറിയ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത്യാവശ്യം വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, എളുപ്പം പഠിക്കാവുന്ന ഒരു ഫൈലമാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾക്കായി ബ്രെയിനി ബയോളജിസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ പുതിയൊരു വീഡിയോയുമായി എത്തുന്നതാണ്. താങ്ക് യു. See you in my next video. Bye.